പാറൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മീനില്ലാത്തൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഇപ്പം നല്ലൊരു ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അത്രയ്ക്ക് ഈസിയാണിത്. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല. എത്ര ചോറുണ്ടെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമാങ്ങ, പച്ചമുളക്, ഇതാണ് കഷ്ണത്തിന് വേണ്ടത്. ഇനി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ഉണ്ടത്. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ പേരിന് മാത്രമേ പുളി എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ മാങ്ങയുടെ പുളി മതി എന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാം, പുളി വേണ്ടെന്ന് വയ്ക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇതുപോലെ അരിഞ്ഞൊരു കറിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉലുവപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു ചട്ടിയിൽ വയ്ക്കുന്നതായിരിക്കും വളരെ ടേസ്റ്റ്. ആ ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണിത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ഒരു കുഴമ്പ് രൂപത്തിന് ആക്കിയെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മീനൊക്കെ ചേർക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ഈ അരപ്പ് വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ മീനില്ലാതെയാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻസിന് ഒരു നല്ലൊരു കറിയാണ് കേട്ടോ. ചോറിനൊക്കെ പെട്ടെന്ന് നമുക്കിപ്പോൾ തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ. ഇപ്പോൾ എന്തായാലും മാങ്ങയുടെയും മുരിങ്ങയ്ക്കയുടെ ഒക്കെ സീസണല്ലേ, അപ്പോൾ മിക്കയിടത്തും ഇത് കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തൊക്കെ നോക്കണം. ഇതിപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ വേറെ മീൻ കഷ്ണമൊന്നും ഇടാത്തതുകൊണ്ട് ഇളക്കി ഇതുപോലെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മുടെ കറി ഇതുപോലെ നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഇരിക്കണം. ഒരു ചാറ് വേണമല്ലോ, കുറച്ച് ചോറിനൊഴിക്കാനല്ലേ. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ആണെന്ന് മനസ്സിലാവുള്ളൂ. അത്രയ്ക്കിത് ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.